പട്ടികവർഗ വിഭാഗങ്ങളിലെ പഠനം ഉപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന സന്നദ്ധ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും സർക്കാർ ഗ്രാന്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നജീബ് കാന്തപുരം എം.എൽ.എ. നിയമസഭയിൽ ചോദ്യമുന്നയിച്ചു. ആദിവാസി കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന പെരിന്തൽമണ്ണയിലെ സായി സ്നേഹതീരം കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് എം.എൽ.എ. ചോദ്യം ഉന്നയിച്ചത്. എന്നാൽ വകുപ്പ് മന്ത്രി നൽകിയ മറുപടിയിൽ ഗ്രാന്റ് അനുവദിക്കുന്ന കാര്യം പറയാതെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുള്ള ബാക്ക് ടു സ്കൂൾ പദ്ധതിയെക്കുറിച്ചാണ് മന്ത്രി പറഞ്ഞത്. ആദിവാസി കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രമായ പെരിന്തൽമണ്ണയിലെ സായി സ്നേഹതീരം 2009 ആരംഭിച്ചതാണ്. ഈ കേന്ദ്രത്തിൽ താമസിക്കുന്ന കുട്ടികളെ പെരിന്തൽമണ്ണയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിപ്പിക്കുന്നത്. സർക്കാരുകളുടെ ഒരു ധനസഹായവും ഇല്ലാതെയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് സായി സ്നേഹതീരത്തിൻ്റെ നടത്തിപ്പ്. പട്ടികവർഗ വിഭാഗങ്ങളിലെ പഠനം ഉപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന പെരിന്തൽമണ്ണ സായി സ്നേഹതീരം പോലുള്ള സ്ഥാപനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും സർക്കാർ ഗ്രാന്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നജീബ് കാന്തപുരം എം.എൽ.എ. നിയമസഭയിൽ ചോദ്യമുന്നയിച്ചു. എന്നാൽ വകുപ്പ് മന്ത്രി നൽകിയ മറുപടിയിൽ ഗ്രാന്റ് അനുവദിക്കുന്ന കാര്യം പറയാതെ ദരിദ്രരും അതിദരിദ്രരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുള്ള ബാക്ക് ടു സ്കൂൾ പദ്ധതിയെക്കുറിച്ചുമാണ് മന്ത്രി പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം, എന്റെ നിയോജക മണ്ഡലത്തിൽ ഇടിഞ്ഞാടി കോളനി അടക്കം നിരവധി സദ്ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഡ്രോപ്പ് ഔട്ട് റേറ്റ് വളരെ കൂടുതലാണ്. ഇവരെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, സായി കേന്ദ്രം എന്ന് പറഞ്ഞ്. 100-ലേറെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇത്തരം വലിയ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രാന്റ് നൽകി ഈ ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നവരെ സഹായിക്കാൻ സർക്കാരിന്റെ പദ്ധതി. സർ, ഈ അതിദരിദ്രരെ സംബന്ധിച്ച് അതിദരിദ്ര രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം സർ. ദരിദ്രരും അതിദരിദ്രരും രണ്ടാണ് സർ. ഒരു നേരത്തിന് ആഹാരത്തിന് പോലും വകയില്ലാത്തവരാണ് അതിദരിദ്രർ എന്ന് പറയുന്നത്. തീരെ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരാണ് സർ അതിദരിദ്രർ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളാണ് സർക്കാർ ടേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രഖ്യാപനമാണ് നമ്മുടെ കേരള സർക്കാർ മുഖ്യമന്ത്രിയോട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ പട്ടികവർഗ വകുപ്പിലുള്ള ഗുണഭോക്താക്കളെയും നമ്മൾ കണ്ടുപിടിച്ച് അതിദരിദ്രം മുക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ രണ്ടാമത് സൂചിപ്പിച്ച കാര്യം, കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് സംബന്ധിച്ച് ഒരു പുതിയ പദ്ധതി നമ്മൾ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ബാക്ക് ടു സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു പദ്ധതി, ഈ ഡ്രോപ്പ് ഔട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടി പോവുകയാണ് സർ. സാമൂഹ്യ പ്രവർത്തകനും സായി സ്നേഹതീരം കോർഡിനേറ്ററുമായ കെ.ആർ. രവിയുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ ആദിവാസി ഊരുകളിൽ നിന്നും കൊണ്ടുവന്ന് സായി സ്നേഹതീരത്തിൽ പഠിപ്പിക്കുന്നത്. ഈ കേന്ദ്രത്തിന് സർക്കാരുകൾ ഇതുവരെ ധനസഹായം നൽകാൻ തയ്യാറായിട്ടില്ല. സാമൂഹ്യ സന്നദ്ധ സേവകരും പൊതുപ്രവർത്തകരും സത്യസായി സംഘടനയും ചേർന്ന് കേന്ദ്രം നടത്തിക്കൊണ്ടു പോകുന്നു. 2009 വാടക കെട്ടിടത്തിൽ ഈ ട്രൈബൽ ഹോസ്റ്റൽ തുടങ്ങിയപ്പോൾ പെരിന്തൽമണ്ണ താലൂക്കിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നുള്ള 24 കുട്ടികൾ ഉണ്ടായിരുന്നു. സ്വന്തം കെട്ടിടത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം. ഇതുവരെ 60ഓളം വിദ്യാർത്ഥികളെ SSLC പരീക്ഷ വിജയിപ്പിച്ചു. 20 കുട്ടികൾ +2 പാസ്സായി. 7 വിദ്യാർത്ഥികൾ ഡിഗ്രി പൂർത്തിയാക്കി. നഴ്സറി മുതൽ PG വരെയുള്ള 50-ലധികം കുട്ടികളാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ഹോസ്റ്റലിൽ ഉള്ളത്. ഏറ്റവും താഴെത്തട്ടിലുള്ള കുട്ടികളെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് സായി സ്നേഹതീരം പ്രവർത്തകർ നിർവഹിച്ചു പോരുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.